വെനസ്വേലയെ വിറപ്പിച്ച വമ്പൻ ഭൂചലനത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. നിലം പൊത്തിയ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം മരണം 188 കടന്നിരിക്കുകയാണ്. 1500ഓളം പേർക്ക് പരിക്കേറ്റതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ദുഷ്കരമായ സാഹചര്യത്തിലും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഭൂമി പിളരുന്നതുപോലെ വിറകൊണ്ട് ആടിയുലഞ്ഞ വീടുകളിൽ നിന്ന് ആളുകൾ പുറത്തേക്കോടി. നിമിഷങ്ങൾക്കകം തെരുവുകൾ ആൾക്കടലായി. കണ്ണടച്ചു തുറക്കും മുന്നേ കെട്ടിടങ്ങൾ നിലംപൊത്തി. പിന്നെ കേട്ടത് നെഞ്ചു പിളർക്കുന്ന നിലവിളികൾ. വെനസ്വേലയെ വിറപ്പിച്ച ഭൂചലനത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. മരിച്ചവരുടെ എണ്ണം 188 കടന്നതായി വെനസ്വേല ദേശീയ അസംബ്ലി അധ്യക്ഷൻ അറിയിച്ചു. 1500-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും 255ഓളം കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രാദേശിക സമയം ബുധനാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് കരീബിയൻ തീരദേശ നഗരമായ മൊറോണിന് പടിഞ്ഞാറായി ഭൂചലനങ്ങൾ ഉണ്ടായത്. ആദ്യം 7.2 തീവ്രതയിൽ 13 കിലോമീറ്റർ വരെ പ്രകമ്പനം. 39 സെക്കൻഡിനുള്ളിൽ 7.5 തീവ്രതയിൽ രണ്ടാമത്തെ ഭൂചലനം. പിന്നാലെ തുടർച്ചയായി ചെറുഭൂചലനങ്ങൾ. തകർന്ന കെട്ടിടങ്ങളിൽ ഇപ്പോഴും പലരും കുടുങ്ങിക്കിടക്കുകയാണ്. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വൈദ്യുതി ബന്ധവും മൊബൈൽ നെറ്റ്വർക്കും പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. പ്രതിസന്ധികൾക്കിടയിലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തിയ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. സാധ്യമായ സഹായങ്ങളെല്ലാം നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടിയന്തര രക്ഷാസാമഗ്രികളും മെഡിക്കൽ സേവനങ്ങളുമായി അമേരിക്കയും വെനസ്വേലയ്ക്ക് സഹായം പ്രഖ്യാപിച്ചു. പിന്നാലെ ഇറാൻ, നെതർലൻഡ്, സ്വിറ്റ്സർലൻഡ്, ക്യൂബ, സ്പെയിൻ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളും സഹായ വാഗ്ദാനവുമായി രംഗത്തെത്തി. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.